അവർക്ക് ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ പരസ്യം ഇപ്പം നിലവിലില്ല. ഏതൊരു പേരിലും പായൽ പിടിക്കും. നമ്മുടെ കേരളത്തിലാണോ, മരങ്ങളാണോ, മഴയാണോ, പായൽ പിടിച്ചിരിക്കും. അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഇത് കാരണം ഇതിന്റെ ഉള്ളിലെ സെറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറമെ അടിക്കുന്നതിന് വില ഉള്ളൂ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ മൊബൈല് തുറക്കാൻ പറ്റാത്ത അവസ്ഥയെ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആളുകളെ ചൂഷണം ചെയ്തും എല്ലാം പറ്റിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വീടിന്റെ വാട്ടർ പ്രൂഫിംഗ് എന്നും പറഞ്ഞ് ഒരുപാട് പേര് മനുഷ്യന്മാരെ വെറുതെ ചൂഷണം ചെയ്ത് പല കമ്പനിക്കാർ ഇത്ര വർഷം ഗ്യാരണ്ടി ഒരു കാരണവശാലും വെള്ളം ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ കബളിപ്പിച്ച്, അതായത് പൈസ ഉണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്ക് വാർക്കയായാലും ഷെയ്ഡ് സെൻസൈഡ് ജില്ലിന്റെ സെൻസൈഡ് ആയാലും ചിലർ നമ്മുടെ വീടുകളിലെ സെൻസൈഡിന് നീളം അധികമായി ഇടാറുണ്ട്. ചിലയിടത്ത് ഒരു 6 ഇഞ്ച് വീതി, ചിലയിടത്ത് ഒരു 1 അടി വീതി, ചിലയിടത്ത് 2 വീതിക്ക് നമ്മുടെ വീട് പണിയുമ്പോഴത്തേക്ക് സെൻസൈഡ് ഇടാറുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ വീട് പണിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണയായിട്ട് എല്ലാവരും തന്നെ ഒരു 90% ആളുകൾ ലോൺ എടുത്താണ് വീട് പണിയുന്നത്. ഇത് ചൂഷണം ചെയ്ത് നമ്മളെ എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ചിന്തിച്ച് പല കമ്പനിക്കാരും നമ്മുടെ പുറകെ നടന്ന് ചൂഷണം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് ഫലവത്താവുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, ചിലവർ തറ പണിയുമ്പോഴത്തേക്ക് വീടിന്റെ മുകളിൽ വാട്ടർ പ്രൂഫ് അടിക്കുന്നു. കാരണം വാട്ടർ പ്രൂഫ് അതിൽ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല, അടിയിൽ നിന്നുള്ള വെള്ളം കയറി വരും. ഇങ്ങനെയൊക്കെയാണ് പലരെയും ചിന്ത. എവിടെ നിന്നാണ് അടിയിൽ നിന്ന് വെള്ളം കയറി? ഒരു ജനലിന്റെ ഒരു 3 അടി പൊക്കത്തോളം അങ്ങനെ വെള്ളം കയറി വരില്ല. ചിലത് കട്ട കെട്ടുമ്പോഴത്തേക്ക് 15 കൊട്ട മണലും 1 ചാക്ക് സിമെന്റ്, അല്ലെങ്കിൽ ഒരു 20 കൊട്ട മണല് 1 ചാക്ക് സിമെന്റ്. കട്ട കെട്ടാൻ ഇത്രയും കിടപ്പം മതി എന്നുള്ള രീതിയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്തു വരുന്നത്. പക്ഷേ നമ്മൾ ആദ്യം പോലെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ പുതിയൊരു പെരവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിമെന്റ് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് തന്നെ ഒരുപാട് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. സിമെന്റിലെ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിമെന്റ് കമ്പനിക്കാരും നമുക്ക് വില കുറച്ചൊരു സാധനം തന്നിട്ട് നമ്മളെ നന്നാക്കാനായിട്ട് ആരും കൂടില്ല. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കെട്ടുമ്പോഴത്തേക്കായാലും ഒരു 12 കൊട്ട മണലിന് 1 ചാക്ക് സിമെന്റ് എന്ന രീതിയിൽ മിക്സ് ചെയ്ത് വില പണിയുക, കട്ട കെട്ടുക. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ വാർപ്പ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭിത്തിയുടെ പുറംവശം, അതായത് നമ്മുടെ ജില്ലിന്റെ മുകളിൽ വാർക്ക വരുന്നുണ്ട്. ചില ആളുകൾ അതിന് ഷെയ്ഡിന് നീളം കൊടുക്കാതെ 6 ഇഞ്ച് 1 അടി 2 അടി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 അടി എങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട് നനയാതെ നമുക്ക് വീട് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ വീതി കുറഞ്ഞ ഷെയ്ഡ് ഇട്ട് കഴിയുമ്പോൾ മഴ പല രീതിയിൽ വരും. ഓരോ ചെരിഞ്ഞ കാറ്റ് വന്ന് നമ്മുടെ ജനലിന്റെ ഭാഗങ്ങളൊക്കെ നനയാറുണ്ട്. ചില വീടുകളിൽ 90% വീടുകളിലും നനയാറുണ്ട്. അപ്പം നമ്മൾ ജില്ലിന്റെ അവിടെ ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ അതും നീളം കൂട്ടി കമ്പി കൂടുതൽ ഇട്ട് പറയണം, അല്ലെങ്കിൽ അതൊരു തുടിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വാർക്കുമ്പോഴത്തേക്ക് അതിൽ 3 അടി ഷെയ്ഡ് തള്ളിയിട്ട് വേണം നമ്മുടെ മീൻ വാർക്കാനായിട്ട്. അപ്പം ആ രീതിയിലൊരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴയാണ്. 2 മാസം അല്ലെങ്കിൽ 3 മാസം വെയിലുണ്ടെങ്കിലും അതേപോലെ തന്നെ വെയിലും മഴയും ഒരേപോലെ നമ്മുടെ കേരളത്തിൽ സുലഭമാണ്. നമ്മുടെ കേരളത്തിൽ ഒരേപോലെയാണ് വരാറുള്ളത്. അപ്പോൾ പിന്നെ ചിലർ വാർക്കയുടെ മുകളിൽ വാട്ടർ പ്രൂഫ് ഷീറ്റും നിരത്തി വാട്ടർ പ്രൂഫ് അടിക്കാറുണ്ട്. അതും ഇവരുടെ തോന്നിയ പോലെ ഒരു മെഷൊക്കെ ഇട്ട് എല്ലാം ചെയ്യും. ഇതും ഒരു ചൂടടിച്ച് ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പരിപാടി തീരും. ആളുകൾ ഇങ്ങനെ ലീക്കേജും വന്ന്
വന്ന് ഓരോരുത്തരുടെ പുറകെ നടന്ന് നമ്മുടെ ജീവിതകാലം മൊത്തം ഇപ്പം എത്ര നാളായിട്ടുണ്ടാവും ഇതേപോലെ ലീക്കേജും ഈ പെയിന്റ് പൊളിഞ്ഞു വരുന്നു, കുട്ടി പൊളിഞ്ഞു വരുന്നു, ഇങ്ങനെ ഒരു ഇത് കണ്ടു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15-10 വർഷമായിട്ടുണ്ട്. എന്താണിത് കാരണം? ബംഗാളികൾ നമ്മുടെ കേരളത്തിൽ എന്ന് കാല് കുത്തിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ബംഗാളികൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ വെള്ളം കുറച്ചാണ്. നിങ്ങൾ എവിടെ കണ്ടാലും അറിയാം. പുട്ടുപൊടി പോലത്തെ നമ്മുടെ ഭിത്തിയിലേക്ക് പരക്കൻ തേച്ച് പിടിപ്പിക്കുന്നു. എന്നിട്ട് പുറത്ത് വെള്ളം ഒഴിച്ച് മിനുക്കി ഫിനിഷ് ചെയ്യുന്നു. നമ്മളൊരു തുള്ളി വെള്ളം ഭിത്തിയിലേക്ക് നനയ്ക്കാനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാലും അത് താഴോട്ടല്ലാണ്ട് ഭിത്തിയുടെ ഉള്ളിലേക്കൊന്നും വരില്ല. സിമെന്റിന് പോലും സെറ്റിംഗ് ആവുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സിമെന്റ് തന്നെയാണ്. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് തട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ 3 കൊട്ടയ്ക്ക് ഒരു 3 കൊട്ടയ്ക്ക് 1 കൊട്ട സിമെന്റ് ഭിത്തി തേക്കുമ്പോഴും അതേ റേഷ്യോയിൽ തന്നെ തേച്ചെങ്കിലേ നമ്മുടെ ഈ ഭിത്തി പൊളിച്ചിലൊന്നും ഉണ്ടാണ്ടിരിക്കുന്നു. അല്ലാണ്ട് ബാത്റൂമിന്റെ ലീക്കേജ് ഇതിനൊരു കാരണമല്ല. പിന്നെ കുറച്ച് പേര് ലീക്കേജിന്റെ സാധനം അടിച്ച് വീട് പണിതിട്ടേക്കുന്നവർ ഇങ്ങനെ പൊളിച്ച് വരുമ്പോൾ വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് കാരണം ഇതിന്റെ ഉള്ളിലെ സെറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറമെ അടിക്കുന്നതിന് വില ഉള്ളൂ. ഏറ്റവും കൂടുതൽ അടിക്കുന്നത് സിമെന്റ് പ്രൈമറാണ് കൂടുതൽ ആളുകൾ ഭിത്തിയിൽ അടിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് 3 കൊട്ട മണലിനും 1 കൊട്ട സിമെന്റ് എന്ന റേഷ്യോയിൽ തട്ടും, അതായത് നമ്മുടെ സീലിംഗ് ഭിത്തിയും തേക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 3:1 എന്ന രീതിയിൽ സിമെന്റ് മിക്സ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഡ് ഒരു 3 അടി നീളം എങ്കിലും കുറഞ്ഞത് നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ വീടിന്റെ മതിലുകൾ നനയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ടർ പ്രൂഫ് വാർക്കയുടെ നിർവശം ചെയ്യുമ്പോൾ 1 കോട്ട് ഡാം പ്രൂഫ് ലൂസാക്കി അടിച്ച് ഓരോ വർഷവും നമ്മളത് തുടരുകയാണെങ്കിൽ നമുക്കത് പിന്നീടുള്ള ഓരോ വർഷവും ഒരുപാട് മുടക്ക് വരില്ല. കാരണം ഒരു വർഷം കൊണ്ട് എന്തായാലും നമ്മൾ ഡാം പ്രൂഫ് അടിച്ചു കഴിഞ്ഞാൽ പായൽ പിടിക്കില്ല. പിന്നെ പോയി 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ പായലാവും. അതിപ്പോൾ എത്ര കൂടിയ പെയിന്റ് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. പണ്ട് നേരത്തെ ഒരു ഏഷ്യൻ പെയിന്റിന്റെ അല്ലെങ്കിൽ വേറെ ഓരോ പെയിന്റിങ് പായലെ വിട പൂപ്പലെ വിടാന്ന് പറഞ്ഞ് ഒരു വലിയ പരസ്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് നമ്മുടെ ഈ തൊടുപുഴയിൽ തന്നെ ഒരാൾ പരാതി കൊടുത്തതിനെ തുടർന്ന് പായൽ പിടിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ആ പരസ്യം ഇപ്പം നിലവിലില്ല. ഏതൊരു പെയിന്റിലും പായൽ പിടിക്കും. നമ്മുടെ കേരളത്തിലാണോ മരങ്ങളാണോ മഴയാണോ പായൽ പിടിച്ചിരിക്കും, അതിലൊരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ വീട് പ്രൊട്ടക്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അല്ലാതെ ഈ വാട്ടർ ലീക്കേജ് എന്നും പറഞ്ഞ് ഓരോരുത്തർ കണ്ടുപിടുത്തമായിട്ട് ഓരോ മെഷീനും കൊണ്ടുപോയി കുത്തി കുറെ വിള്ളലീക്കറെ കുറെ മെഷീനും കൊണ്ടുപോയി കുത്തി വാട്ടർ ലീക്കൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അപ്പോൾ നമ്മൾ വീട് പുതിയ പേരെ പണിയുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്ത് നല്ല പെയിന്റ് മേടിച്ചടിക്കുക. വാർക്കയുടെ മുകളാണെങ്കിൽ ഓരോ വർഷം നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ ക്ലീൻ ചെയ്ത് നല്ല സ്ലോപ്പായിട്ട് തന്നെ വാർക്കുക. വീട് പണിയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ അവിടെ നിർത്തി അത് നോക്കാനായിട്ട് ഏൽപ്പിക്കുക. ഒട്ടുമിക്ക വീടുകളുടെയും ഭിത്തികൾ ജനലിന്റെ താഴോട്ടും പിന്നെ ജനലിന്റെ താഴോട്ട് പൂപ്പലായിട്ടും പെയിന്റും കുട്ടിയും പൊളിഞ്ഞു വരാറുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ചിലർ അതിലേക്ക് കുത്തിയിട്ട് പെയിന്റ് അടിച്ചു വയ്ക്കുന്നു. ശേഷം ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പൊളിഞ്ഞു വരും. അത് കഴിയുമ്പോഴത്തേക്ക് ആ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് ചട്ടിയിട്ട് ഏതെങ്കിലും വാട്ടർ പ്രൂഫ് മേടിച്ചെടുക്കും. അതിന് വേണ്ടി വീണ്ടും പെയിന്റ് ചെയ്യും. ഇത് തന്നെ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ വീടുകളിൽ വാട്ടർ പ്രൂഫും വാട്ടർ ലീക്കിങ്ങുമായിട്ട് തീർക്കാനുള്ള വിധിയാണോ നമുക്കുള്ളത്. നമ്മൾ അതുകൊണ്ട് വീട് പണിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നോക്കി കൈകാര്യം ചെയ്താലേ നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ലീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ച് പൈസ കളഞ്ഞ് ലക്ഷങ്ങൾ മുടക്കി വാട്ടർ പ്രൂഫ് ചെയ്യുന്നവരുണ്ട്. 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വലിച്ചു കുറച്ച് വള്ളം കളഞ്ഞിട്ട് പഴയ രീതിക്ക് തന്നെ അടിച്ച് ക്ലിയറാക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെന്റിന് 340 രൂപ 400 രൂപ ഒക്കെ 400 രൂപ താഴെയേ ഉള്ളൂ സിമെന്റുകൾക്ക് മിക്ക തന്നെ വിലയുള്ളൂ. എന്തായാലും സിമെന്റിന് വില പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ലാഭം ഉണ്ടാക്കി തരാനായിട്ട് ഒരു കമ്പനിക്കാരും ശ്രമിക്കും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പഴയൊരു ക്വാളിറ്റി ഇപ്പോഴത്തെ സിമെന്റുകൾക്ക് ഇല്ല എന്നുള്ളതാണ് 100% നിങ്ങൾക്കത് വിശ്വസിക്കാം. പിന്നെ ചിലർ ബാത്റൂമിന്റെ ലീക്കിംഗ് സൊല്യൂഷൻ എന്നും പറഞ്ഞു അതങ്ങനെ. കാരണം ബാത്റൂമിന്റെ ഭിത്തികളിൽ വാട്ടർ പ്രൂഫ് അടിക്കുന്നു, ഒരുപാട് കൂടിയ ഇതാണ്, ഇത്ര വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നു. പുറത്തേക്ക് വാട്ടർ ലീക്കേജ് വരില്ല, പൈപ്പിൽ നിന്നുള്ള വെള്ളം ലീക്ക് ചെയ്യില്ല, ഇതൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ വരുന്നത്. പിന്നെ ചിലവർ 2 നില അപ്സ്റ്റെയറിന്റെ വാർക്കയുടെ മേളിൽ
ഷീറ്റ് വിരിച്ച് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നു. അതെന്തിനാ? വാട്ടർ ലീക്കേജ് വരാണ്ടിരിക്കാൻ. എന്തിനാണെന്ന് യാതൊരു അർത്ഥമില്ലാത്ത ഒരു കാട്ടായങ്ങളും എന്ത് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ വെറുതെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് വെറുതെ പറ്റിക്കുകയാണ് എല്ലാ ആളുകളും. അപ്പോൾ ചിലർ സിറ്റികളിൽ വാട്ടർ പ്രൂഫ് പഠിക്കാറുണ്ട്. കാരണം അതിൽ വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് ചിലർ ഗമ്മ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. കുറഞ്ഞ ഗമ്മ് ഒട്ടിക്കുന്നുണ്ട്, കൂടിയ ഗമ്മ് ഒട്ടിക്കുന്നത്. അതിൽ കുറഞ്ഞ ഗമ്മ് ഒട്ടിച്ച് കഴിഞ്ഞാലും കൂടിയ ഗമ്മ് ഒട്ടിച്ച് കഴിഞ്ഞാലും ഇതൊരു റബ്ബർ കോട്ടിംഗ് ആണ്. ഈ വാട്ടർ പ്രൂഫിനും പറഞ്ഞ് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂമിൽ അടിക്കുന്ന വാട്ടർ പ്രൂഫിങ് റബ്ബർ കോട്ടിംഗ് ആണ്. ആ റബ്ബർ കോട്ടിങ്ങിൽ ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് രണ്ടും റബ്ബർ കോട്ടിങ്ങിലേക്ക് ഈ ഗമ്മോ നമ്മുടെ ടൈലിൽ ഒട്ടിക്കുന്ന ഗമ്മും സിമെന്റും സീറ്റിംഗ് ആവില്ല. അത് ചിപ്പ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാലേ അതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിൽ ടൈല് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ബാത്റൂമിൽ വാട്ടർ പ്രൂഫ് അടിക്കരുത് എന്നതാണ് ഒരു പ്രത്യേകം ഉണർത്താനുള്ളത്. കാരണം നമ്മൾ ഒരുപാട് 22 വർഷമായിട്ട് ടൈലിന്റെ ഫീൽഡിലും ബിൽഡിങ്ങിന്റെ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കായിട്ട് കുറച്ച് പരിചയങ്ങളുണ്ട്. അതിന്റെ ഒരു വെളിച്ചത്തിൽ പറയുന്നതാണ്. അതേപോലെയുള്ള ലീക്കിംഗ് സൊല്യൂഷനുകൾ അടിച്ച് അതിന് മുകളിൽ ടൈൽ ഒട്ടിക്കരുത്. പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് വരും. ഇപ്പോൾ ട്രെൻഡിങ് ആക്കി ബാത്റൂമുകളിലെ വാട്ടർ പ്രൂഫിങ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അത് പിന്നീട് ഒരു നഷ്ടത്തിലേക്ക് നമ്മളെ വലിച്ചു കയറ്റും. കാരണം നമ്മൾ ബാത്റൂമുകളിൽ ടൈൽ ഒട്ടിച്ച് എല്ലാ കോർണറുകൾ ജോയിന്റുകളെല്ലാം സ്പേസർ ഉപയോഗിച്ച് അപ്പോക്സി ചെയ്യുന്നുണ്ട്. അപ്പോക്സി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അതിലൂടെ അപ്പോക്സി എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫാണ്. നമ്മൾ ഒരു ഇരുമ്പിന്റെ ഒരു കമ്പി വെച്ച ടൈൽ വരഞ്ഞു കഴിഞ്ഞാലും അതിലൊരു സ്ക്രാച്ച് വരുന്നല്ലാണ്ട് അപ്പോക്സി അടർന്നു പോകില്ല. പിന്നെ ടൈലിലായാലും വെള്ളം അപ്പുറത്തേക്ക് വരത്തില്ല. അപ്പൊ നമ്മൾ ബാത്റൂം ഒട്ടിക്കുമ്പോഴത്തേക്ക് സ്പേസർ ഇട്ട് അപ്പോക്സി ചെയ്ത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ വാട്ടർ പ്രൂഫ് അടിക്കേണ്ട യാതൊരു ആവശ്യം വരത്തില്ല. പിന്നെ ഭിത്തി ഇപ്പറയൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ മനസ്സിലായിക്കോന്ന് സിമെന്റിന്റെ ക്വാളിറ്റി കുറവാണ്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഒന്നും ഇതിന്റെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.